Good morning students. Welcome to Political Science class 8. Today we are going to study the new lesson Understanding Secularism. അപ്പോൾ നമ്മൾ സെക്യുലറിസത്തെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതായത് ഭരണഘടനയുടെ കീ ഫീച്ചേഴ്സിനകത്ത് ഉൾപ്പെട്ടതാണ് സെക്യുലറിസം. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാൻ പോകണം, കൂടുതലായിട്ട് പഠിക്കാൻ പോകണം സെക്യുലറിസത്തെ കുറിച്ച്. ഓക്കെ. Chapter 2 Understanding Secularism. Imagine yourself as a Hindu or Muslim living in a part of the United States of America where Christian fundamentalism is very powerful. Suppose that despite being a US citizen, no one is willing to rent their house to you. Okay, അപ്പം ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലൊക്കെ ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ് കൂടുതലായിട്ടുള്ളത്, ക്രിസ്ത്യൻസാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഹിന്ദുക്കളോ മുസ്ലിംസോ ഒന്നും ഇല്ല. അപ്പം നിങ്ങൾ അവിടെ ഇപ്പം ചെല്ലുക, അതായത് നമ്മൾ അവിടുത്തെ സിറ്റിസൺ അല്ലല്ലോ, നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ അല്ലേ. അപ്പം നമ്മൾ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി USA പോയിരിക്കുകയാണെങ്കിൽ അവിടെ മുഴുവൻ ക്രിസ്ത്യൻ കൺട്രിയാണ് US. ഇപ്പം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ പോവുകയാണെങ്കിൽ അവർ വീടൊക്കെ റെൻറ്റ് കൊടുക്കാനായിട്ട് അവർക്ക് വിഷമമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ വലിയൊരു വിഷമമുണ്ടാവും. ഇങ്ങനെയൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുവാൻ പറയുമ്പം നമുക്ക് ദേഷ്യം വരുവില്ലേ? അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഫസ്റ്റ് യു മൈറ്റ് റിയാക്ട് ബൈ സെയിങ് ദാറ്റ് ക്രിസ്ത്യൻസ് ഷുഡ് ഗെറ്റ് the same treatment in place where Hindus and Muslims are in a majority. അപ്പം രണ്ട് ഫോമാണ് ഇവിടെ പറയുന്നത്. അതായത് ഒന്ന്, ക്രിസ്ത്യൻസിന് ഹിന്ദു മുസ്ലിം ഉള്ള സ്ഥലത്ത് ഈക്വാലിറ്റി കിട്ടണം, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഹിന്ദുവിനും മുസ്ലിമിനും കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ക്രിസ്ത്യൻസിനും കൊടുക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. യു മേ ഫൈറ്റ് stating that no one should be discriminated against on grounds of their religious practices and beliefs. These statements rest on the assumption that all forms of domination related to religion should end. അപ്പം ഒരാളും അവരുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിവ് ഉണ്ടാകരുത്, അതുപോലെ തന്നെ ആരെയും ഡോമിനേറ്റ് ചെയ്യാനായിട്ടും പറ്റത്തില്ല. ഈ ചാപ്റ്റർ നമ്മൾ സെക്യുലറിസത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഹിസ്റ്ററി പ്രൊവൈഡ്സ് us with many examples of discrimination, exclusion and persecution on the grounds of religion. നമ്മൾ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്ത് അൺടച്ചബിലിറ്റി ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എക്സ്ക്ലൂഷൻ ആൻഡ് പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ബഹിഷ്കരണം, അതുപോലെ തന്നെ ദ്രോഹങ്ങൾ ഒക്കെ ചെയ്തിരുന്നു. അതിനൊരു എക്സാമ്പിളാണ്, യു മേ ഹാവ് റീഡ് അബൌട്ട് ഹൗ ജൂസ് വെയർ പെർസിക്യൂട്ടഡ് ഇൻ ഹിറ്റ്ലേഴ്സ് ജർമ്മനി ആൻഡ് ഹൗ സെവറൽ മില്യൺസ് വെയർ കിൽഡ്. അപ്പം ഹിറ്റ്ലർ ജർമ്മനിയിലെ ജൂതന്മാരെ എല്ലാം കൊന്നിരുന്നു. ഓക്കെ. നൗ however the Jewish state of Israel treats its own Muslim and Christian minorities quite badly. അപ്പോൾ ഇസ്രായേലിലെ ജൂയിഷ് വംശജർ അവിടുത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻ മൈനോറിറ്റിയെയും മോശമായ രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത്. ഇൻ സൗദി അറേബ്യ നോൺ മുസ്ലിംസ് ആർ നോട്ട് അലൗഡ് ടു ബിൽഡ് എ ടെമ്പിൾ. അപ്പോൾ സൗദി അറേബ്യയിലാണെങ്കിലോ അവിടുത്തെ മുസ്ലിങ്ങളല്ലാത്ത ആർക്കും അമ്പലമോ പള്ളിയോ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. In all of the above examples, members of one religious community either persecute or discriminate against members of other religious communities. അപ്പോൾ ഈ എക്സാമ്പിൾ നമുക്ക് മനസ്സിലാകാം, ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുകയാണ്, അതായത് ബാക്കിയുള്ള റിലീജിയസ് കമ്മ്യൂണിറ്റിയെ വിവേചനം കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ദീസ് ആക്ട്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ടേക്സ് പ്ലേസ് മോർ ഈസിലി when one religion is given official recognition by the states at the expense of other religions. Clearly, no one would wish to be discriminated against because of their religion nor dominated by another religion. In India, can be state discriminate against a citizen on the grounds of their religion. അപ്പം ഈ പറഞ്ഞ വിവേചനം നടക്കാൻ കാരണം എന്താണ്? സ്റ്റേറ്റും റിലിജന് ഒരു ഒഫീഷ്യൽ റിലിജൻ അല്ലെങ്കിൽ ഒരു മജോറിറ്റി റിലിജനായിട്ട് കണക്കാക്കുന്നതുകൊണ്ടല്ലേ.
അപ്പോൾ ഒരാളും മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ വിവേചനം കാണിക്കാനോ വേർതിരിക്കുവാനോ ഡോമിനേറ്റ് ചെയ്യുവാനോ പാടില്ല. അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെയാണോ എന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് സെക്യുലറിസം? In the previous chapter, we read about how the Indian Constitution contains fundamental rights that protect us against state power as well as against the tyranny of the majority. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലേ, അതുപോലെ തന്നെ ദുർഭരണത്തിൽ നിന്നും സ്റ്റേറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ ആൾക്കാർക്കും അവനവൻ്റെ മതവിശ്വാസത്തിൽ അതായത് കൂടിച്ചേരാനുള്ള ഒരു അവകാശമുണ്ട്. ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് ഇൻഡിവിജ്വൽസ് ദ ഫ്രീഡം ടു ലീവ് ബൈ ദെയർ റിലിജൻസ് ബിലീഫ് ആൻഡ് പ്രാക്ടീസ് ആസ് ദെയർ ഇൻ്റർപ്രറ്റ് ദീസ്. അവന് ഏത് റിലിജനിൽ വിശ്വസിക്കാനുള്ള അവകാശവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻ കീപ്പിംഗ് വിത്ത് ദിസ് ഐഡിയ ഓഫ് റിലീജിയസ് ഫ്രീഡം ഫോർ ഓൾ, ഇന്ത്യ ഓൾസോ അഡോപ്റ്റഡ് എ സ്ട്രാറ്റജി ഓഫ് സെപ്പറേറ്റിംഗ് ദ പവർ ഓഫ് റിലിജൻ ആൻഡ് ദ പവർ ഓഫ് സ്റ്റേറ്റ്. അപ്പം സ്റ്റേറ്റിന് റിലിജൻസ് പവർ കൊടുക്കാതിരിക്കുക. അപ്പോൾ ഈ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് റിലിജനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്, സ്റ്റേറ്റിൽ നിന്ന് റിലിജനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. അതാണ് ഏറ്റവും നല്ലത്, അതാണ് മതേതരത്വം എന്ന് പറയുന്നത്. Why it is important to separate religion from the state? As discussed above, the most important aspects of secularism is its separation of religion from the state power. അപ്പോൾ സ്റ്റേറ്റിൻ്റെ പവറിൽ നിന്നും റിലിജനെ സെപ്പറേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ കൺട്രി ടു ഫങ്ഷൻ ഡെമോക്രാറ്റിക്കലി. ഓൾമോസ്റ്റ് ഓൾ കൺട്രീസ് ഓഫ് ദ വേൾഡ് വിൽ ഹാവ് മോർ ദാൻ വൺ റിലിജൻസ് ഗ്രൂപ്പ് ലിവിങ് ഇൻ ദം. അതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാ കൺട്രിയിലും അതായത് ഒന്നിൽ കൂടുതൽ റിലിജിയസ് കമ്മ്യൂണിറ്റി കാണും അല്ലേ. വിത്തിൻ ദീസ് റിലിജിയസ് ഗ്രൂപ്പ് ദീസ് will most likely to be one group that is in a majority. If this majority religious group has access to state power, then it could quite easily use this power and financial resources to discriminate against and persecute persons of the other religions. അപ്പം എല്ലാ റിലിജൻസ് ഗ്രൂപ്പും ഒരു മജോറിറ്റി ഗ്രൂപ്പ് എന്തായാലും കാണും എല്ലാ റിലിജൻസ് ഗ്രൂപ്പിലും. അപ്പം മതത്തിൻ്റെ പല ഗ്രൂപ്പും നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. അവർ സ്റ്റേറ്റ് പവർ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായ അതായത് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ മുതലെടുക്കും അല്ലേ. അവരതുപോലെ ദ്രോഹിക്കും. ദ്രോഹം എല്ലാ ആൾക്കാർക്കും ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കും അല്ലേ. This tyranny of the majority could result in a discrimination, coercion and at times even the killing of religious minorities. അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? അതുപോലെ തന്നെ ഈ ദ്രോഹം അതായത് ടൈറണി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൂരമായ ഭരണം, ആൾക്കാർക്ക് ഡിസ്ക്രിമിനേഷനും, അതായത് കൊയേഷൻ എന്ന് പറഞ്ഞാൽ ബലപ്രയോഗം ഒക്കെ ഉണ്ടാകും, ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും. അതായത് റിലിജന് കൂടുതൽ പവർ കൊടുത്താൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ പാവങ്ങളെയൊക്കെ കൊല്ലുവാനായിട്ടൊക്കെ സാധിക്കും. പലയിടത്തും ബഹളങ്ങളൊക്കെ ഉണ്ടാകുവാനായിട്ട് സാധിക്കും. ദ മജോറിറ്റി കുഡ് ക്വൈറ്റ് ഈസിലി പ്രിവെൻറ്റ് മൈനോറിറ്റീസ് ഫ്രം പ്രാക്ടീസിങ് ദ റിലിജിയസ്. Any form of domination based on religion is in violation of the right that a democratic society guarantees to each and every citizen irrespective of their religion. അപ്പം എന്താണ്? മജോറിറ്റിക്ക് എപ്പോഴും മൈനോറിറ്റി തടുക്കുവാനായിട്ട് പറ്റും. ഓക്കെ. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഡൊമിനേഷൻ അതായത് റിലിജനെ ബേസ് ചെയ്ത് അത് എന്താണ് ഡെമോക്രാറ്റിക് സെക്യൂരിറ്റിക്ക് തന്നെ ഒരു എഗനസ്റ്റ് ആയിട്ട് വരും അല്ലേ. ഓക്കെ. ദ ടൈറണി ഓഫ് ദ മജോറിറ്റി ആൻഡ് ദ വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ദാറ്റ് ക്യാൻ റിസൾട്ട് ഈസ് വൺ റീസൺ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സെപ്പറേറ്റ് ദ സ്റ്റേറ്റ് ആൻഡ് റിലിജൻ ഇൻ ഡെമോക്രാറ്റിക് സൊസൈറ്റീസ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റേറ്റിനെയും റിലിജനെയും സ്റ്റേറ്റിൻ്റെ ഇതിൽ നിന്ന് റിലിജൻസ് പവറിനെ സെപ്പറേറ്റ് ആക്കാനായിട്ട് പറയുന്നത്. ഓക്കെ. Another reasons that it is important to separate religion from the state in a democratic societies is because we also need to protect the freedom of individuals to exit from their religion, embrace another religion or have the freedom to interpret religious teachings differently. വേറൊരു കാരണം ഒരു വ്യക്തിക്ക് അവൻ്റെ റിലിജൻസ് ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യാം, അതായത് ഏത് മതം സ്വീകരിക്കാനുള്ള അവകാശം അവന് ഉണ്ട്.
To understand this point better, let us take the practice of untouchability. അപ്പോൾ ഈ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ, ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ അൺടച്ചബിലിറ്റി. അതായത് താഴ്ന്ന ജാതിക്കാരെ തൊടാനൊന്നും പണ്ട് പറ്റത്തില്ലായിരുന്നു. മജോറിറ്റി ഗ്രൂപ്പിലെ ജന്മികളാണ് അടിമകളായിട്ടാണ് അവരെ കണ്ടിരുന്നത്. അവർക്ക് അധികം വേജസ് ഒന്നും കൊടുക്കാറില്ല. അങ്ങനെ ഒരു കാലഘട്ടം പണ്ട് ഉണ്ടായിരുന്നു. However, if state power were in the hands of those Hindus who support untouchability, then do you think that you would have an easy task to try change this? അപ്പോൾ അത് ഹിന്ദുയിസത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് മാറ്റമുണ്ടായി. അതേസമയം സ്റ്റേറ്റിൻ്റെ പവർ ഹിന്ദുയിസത്തിലായിരുന്നെങ്കിൽ ഇത് മാറ്റം വരുത്താൻ പറ്റുമായിരുന്നോ? ഇല്ല. ഓക്കെ. ഈവൻ ഇഫ് യു വെയർ part of the dominant religious group, you might face a lot of resistance from fellow members of your community. These members who have control of state's power might say that there is only one interpretation of Hinduism and that you do not have the freedom to interpret this differently. ഇനി നിങ്ങൾ ഈ ഡോമിനൻറ്റ് ഗ്രൂപ്പ് അംഗമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വേറെ ഉള്ള മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും തടസ്സമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ മെമ്പേഴ്സിന് പോലും സ്റ്റേറ്റിൻ്റെ പവറിൽ കൺട്രോൾ ആയാൽ തന്നെ അവർക്ക് ഹിന്ദുയിസത്തിനെ കുറിച്ച് ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാകും. ഓക്കെ. അപ്പോൾ ഇത്ര നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.